കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി ദൂരെ ചാരേ. വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്പോൺസേഡ് പ്രോഗ്രാമായ ഇഞ്ചോടിഞ്ച് എന്ന പ്രോഗ്രാമിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്നേഹസ്വാഗതം. വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് ആശ്രയ സമ്മാന പെരുമഴ സീസൺ 2 എന്ന പദ്ധതിയുമായി നിങ്ങളുടെ മുന്നിൽ എത്തി നിൽക്കുകയാണ്. ഈ ഒരു പദ്ധതിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നിർധനരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുവാനും മറ്റു കാരുണ്യ പ്രവർത്തനത്തിനും വേണ്ടിയാണ് ഈ ഒരു പദ്ധതി തുടക്കം കുറിക്കുന്നത്. 2025 ഈ ഒരു പദ്ധതി. ഇനി എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല, പ്രേക്ഷകരായ നിങ്ങളും ഈ ഒരു പദ്ധതിയിൽ പങ്കാളികളാകുന്നതിന് വേണ്ടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സമ്മാന കൂപ്പൺ വാങ്ങേണ്ടതാണ്. അതോടൊപ്പം VMTV ന്യൂസും വിഘ്നേശ്വര മീഡിയ TVയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൽ ഇഞ്ചോടിഞ്ച് നിന്ന് മത്സരിക്കാൻ റെഡിയായി നിൽക്കുന്ന മത്സരാർത്ഥികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഒരുപാട് പേരുണ്ട്. ഒരു ഫാമിലിയാണോ ഇത്? ഫുള്ള് ഒറ്റ ഫാമിലിയോ അതേ ഫ്രണ്ട്സ് ആണോ? ഫാമിലി പ്ലസ് ഫ്രണ്ട്സ്. ഓക്കെ, എങ്കിലും നമുക്കൊന്ന് പരിചയപ്പെടാം. എന്താ പേര്? നിവേദ്യ. ഏത് സ്കൂളിലാ? ഓർക്കിഡ്. എത്രാമത്തെ ക്ലാസ്സിലാ? സെക്കൻഡിലാ. അഷ്ടമി. ഗവൺമെന്റ് UP സ്കൂൾ മുക്കത്തോട്, 4ാം ക്ലാസ്സിൽ. അമല അരവിന്ദ്, ഹരിഹര സ്ഥലം. വർക്ക് ചെയ്യുന്നു? ഇല്ല, വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എവിടെയായിരുന്നു? GTech കമ്പ്യൂട്ടർ സെന്ററിൽ. സരിക, പരവൂർ, കൊല്ലം പരവൂർ. ഓക്കെ. സേതു മഹേഷ്, പരവൂർ. രാജി, പരവൂര്. അവനിക, 10th. ഏത് സ്കൂളിൽ? ഓക്കെ. വർക്ക് ചെയ്യുന്നത്. സ്ഥലം എവിടെയാ? എല്ലാവരും കൊല്ലം പരവൂരാണല്ലേ? 9th. അപ്പോൾ നമ്മൾ എല്ലാ പേരെയും ഒരു വിധത്തിൽ ചെറിയ രീതിക്കൊക്കെ പരിചയപ്പെട്ടു. വലിയ രീതിക്ക് നമുക്ക് പിന്നെ പരിചയപ്പെടാം. ഇനി ഈ പ്രോഗ്രാമിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം. 10 രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതിന് രസകരമായ ആൻസറാണ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ഇഷ്ടമുള്ള ആൻസർ പറയുക. ഏതാണ് കറക്റ്റ് എന്നുള്ളത് ആരും പറയാതിരിക്കരുത്. ആൻസർ അറിയാം, മനസ്സിൽ എന്താണ് തോന്നുന്നതൊക്കെ പറയുക. കറക്റ്റ് ആൻസർ വരുമ്പോഴത്തേക്ക് പോയിന്റ് ഇടും. ഓക്കെ. പിന്നെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ ആരാണ് ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നത് അവരാണ് വിജയി. മനസ്സിലായോ? ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, എൻ്റെ തോട്ടത്തിലെ പൂക്കൾ എണ്ണീറ്റും തീരുന്നില്ല. നക്ഷത്രം. ഇവിടെ മോൾ ആൻസർ പറഞ്ഞു. അപ്പോൾ നല്ലൊരു ക്ലാപ്പ് കൊടുക്കൂ. ഒരു പോയിന്റ് നേടി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഉറങ്ങും പക്ഷേ കണ്ണടക്കില്ല. ആരാണ്? മൂങ്ങ അല്ല, സൂര്യൻ അല്ല. ഉറങ്ങും പക്ഷെ കണ്ണടക്കില്ല. കണ്ണടക്കാതെ ഉറങ്ങുന്നേ മത്സ്യം. കറക്റ്റ് ആൻസർ ആണ്. അപ്പോൾ ഒരു ക്വസ്റ്റിന്റെ ആൻസർ ഇവിടെയും പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, നൂലിലേറി വാല് നീട്ടി മാനം നോക്കി പാറിയിടും കോമാളി പയ്യൻ. ഇവിടെ മോളാ ആദ്യ ആൻസർ പറഞ്ഞേ. ഇതാരാ മോളു? മൂത്തേമ്മ. കൊച്ചിന്റെ ആൻസർ തട്ടിയെടുത്ത് മൂത്തേമ്മ പറഞ്ഞു. എന്ത് നല്ല പിള്ള ചമഞ്ഞൂടെ ഇരുന്നു, പാവം. ഒരു പോയിന്റ് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നാലാമത്തെ ക്വസ്റ്റ്യൻ, തൊട്ടാൽ ഉറങ്ങും തോപ്പിലെ കുഞ്ഞൻ. തൊട്ടാവാടി. ഇവിടെ തൊട്ടാവാടി. എല്ലാവരും കുസൃതി ചോദ്യത്തിന് മിടുക്കികളാണല്ലോ. ഇവിടെ പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ? മഹേഷ് ആരാ? ഓ, ഇവിടെ പതുങ്ങിയിരിക്കുക. ഒരു പാട്ട് 4 വരി, 4 ലൈൻ. കൊണ്ടു ഞാൻ ദൂരേതോ
ഈണം പൂത്തനാൾ മധു തേടിപ്പോയി ദൂരെ ചാരവനങ്ങൾ മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി. അത് ക്വസ്റ്റ്യൻ. നേരം നോക്കി നിൽപ്പ് മാറ്റും ബിരുദൻ ആരാണ്? സൂര്യനാണോ? സൂര്യൻ അല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു സംഭവം അല്ല. നിഴൽ. കറക്റ്റ് ആൻസർ. 2 പോയിന്റ് കിട്ടി. നിഴലാണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 6ാമത്തെ ക്വസ്റ്റ്യൻ. കാലില്ല ജീവനില്ല, ഞാനില്ലെങ്കിൽ നിങ്ങളില്ല. കാലുമില്ല ജീവനുമില്ല, പക്ഷെ ഞാനില്ലെങ്കിൽ നിങ്ങളുമില്ല. എന്താണ്? വായു. ഇവിടെ കറക്റ്റ് ആൻസർ. കറക്റ്റ് ആൻസർ വായു ആണ്. അതാരാ? അതും ഫാമിലി ഫ്രണ്ട് തന്നെ. ഫാമിലി ഫ്രണ്ട് അല്ലേ? അല്ല, ആ കുട്ടി എന്റെ മോളാണ്. അനിയത്തി ചേട്ടത്തി പോലെ ഭയങ്കര സംഭവം തന്നെ. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 7ാമത്തെ ക്വസ്റ്റ്യൻ. കൈയില്ല കാലില്ല നീന്തുന്നുണ്ട്, കൊമ്പുണ്ട് പക്ഷെ കുത്തുന്നില്ല. കൈയുമില്ല കാലുമില്ല പക്ഷെ നീന്തും, കൊമ്പുണ്ട് പക്ഷെ കുത്തുമില്ല. എന്താണ്? ഇവിടെയൊക്കെ കാണും ആ സാധനം കേട്ടോ. ഞാൻ നോക്കുന്നുണ്ട്. ഇവിടെ ഉണ്ട് സാധനം. കൊതുകല്ല, കൈയില്ല കാലില്ല. മീനല്ല, അല്ല. ജീവനുള്ള വസ്തുവല്ല, ജീവനില്ലാത്ത വസ്തുവാ. കൈയില്ല കാലില്ല നീന്തുന്നുണ്ട്, കൊമ്പില്ല പക്ഷെ കുത്തില്ല. നീന്തുന്നുണ്ടെന്നൊക്കെ പറയുന്നത് ഒരു പ്രയോഗമാണ്. തനിയെ ഇവിടെ പറഞ്ഞു വെള്ളം പണി ഇവിടെ നോക്കി. അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ 3 ക്വസ്റ്റ്യൻ. ആരാ? അമ്മയാണോ? ഞാൻ അല്ല. അല്ല, ഫാമിലി ഫ്രണ്ട്. എല്ലാം ഫാമിലി ഫ്രണ്ട്സ് ആണ്. അടിപൊളിയായിരുന്നു. വീഡിയോയില് നല്ല സൗണ്ടായിട്ട് കേൾക്കാം, കുഴപ്പമില്ല. ചെറുതായിട്ട് പാടിയാൽ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇനി 8ാമത്തെ ചോദ്യം. മുഖമില്ലാത്ത അപ്പൂപ്പന്റെ താടി പറന്ന് പറന്ന്. എന്താണ്? മുഖമില്ലാത്ത അപ്പൂപ്പന്റെ താടി പറന്ന് പറന്ന്. ആലോചിക്കാണ്. ക്വസ്റ്റ്യൻ ആദ്യം ആൻസർ ഉണ്ട്, ആരും ഒന്നും മിണ്ടുന്നില്ല. അതാണ് ഇവിടെ 4 ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞിരിക്കുകയാണ് മോള്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇച്ചിരി ലെങ്ത് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എങ്കിലും പാടാം ഞാൻ. മണിമാല ധരിച്ച 1000 കണ്ണൻ വിശ്വരൂപം എടുത്ത് കടലിൽ ചാടി 1000 പേരെ അകത്താക്കി. എന്താണ്? ഒന്നുകൂടി പറയാം. എന്താ പേരെന്താ? അവനിക. അപ്പോൾ അവനിക 5 ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞു. ഇനി ആകെ ഒറ്റ ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണേ. ആര് പറയുമെന്ന് അറിയാം. ഇവിടെ ഈ സൈഡ് ആരും ഒന്നും അനങ്ങുന്നില്ല. ലേഡീസ് ഫസ്റ്റ് എല്ലാം വിട്ടു കൊടുക്കുകയാണെന്ന് തോന്നുന്നു കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 10ാമത്തെ ചോദ്യം.
മഴയത്തും വെയിലത്തും ആശ്വാസദായകൻ എട്ടല്ലൻ ആരാണ്? കൂടാ ഇവിടെ ക്വസ്റ്റ്യൻ വായിച്ച് തീർന്നില്ല, പക്ഷേ 10 ക്വസ്റ്റ്യനും കഴിഞ്ഞു. ചാൻസ് ഇല്ല. ആണോ ഉണർന്നത്? കുഴപ്പമില്ല. ഞാൻ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിലെ വിജയെ പ്രഖ്യാപിച്ചിരിക്കുന്നത് അവനിക മോളെയാണ്. 10 ക്വസ്റ്റ്യനിൽ 5 ക്വസ്റ്റ്യന് ആൻസർ പറഞ്ഞു. ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിന്റെ വിജയിയായ അവനിയയ്ക്ക് സമ്മാനം നൽകുന്നതിന് വേണ്ടി കേരള മീഡിയ പേഴ്സൺസ് യൂണിയന്റെ സ്റ്റേറ്റ് ലെവൽ സെക്രട്ടറിയായ ഹഷൂമ സാനു ക്ഷണിച്ചുകൊള്ളും. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.